ഹായ് മക്കളെ, സ്ട്രക്ചർ ഓഫ് ആറ്റത്തിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് നോക്കിക്കോ. നോട്ട് കിട്ടണമെങ്കിൽ CM Academy ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഫ്രീ മെറ്റീരിയൽസ് എന്ന ഭാഗത്ത് നിന്ന് നോട്ട് അവൈലബിൾ ആണ്. കോണ്ടം നമ്പേഴ്സ് ഗീവ് ദ അഡ്രസ് ഓഫ് ആൻ ഇലക്ട്രോൺ. എക്സ്പ്ലെയിൻ ഓൾ ദി 4 കോണ്ടം നമ്പേഴ്സ്. എല്ലാ കോണ്ടം നമ്പറും എക്സ്പ്ലെയിൻ ചെയ്യുക. എടാ 4 കോണ്ടം നമ്പർ ഏതൊക്കെയാടാ? 1 പ്രിൻസിപ്പൽ കോണ്ടം നമ്പർ, 2 അസിമുത്തൽ കോണ്ടം നമ്പർ, 3 മാഗ്നറ്റിക് കോണ്ടം നമ്പർ ആൻഡ് 4 സ്പിൻ കോണ്ടം നമ്പർ. ഇവരുടെ പേരെഴുതാൻ മാത്രമല്ല പറഞ്ഞത്, എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. അതുകൊണ്ട് അവരുടെ ലെറ്റർ എഴുതണം. പ്രിൻസിപ്പൽ കോണ്ടം നമ്പർ N ആണ്, അസിമുത്തൽ കോണ്ടം നമ്പർ L ആണ്, സ്പിൻ കോണ്ടം നമ്പർ S ആണ്, മാഗ്നറ്റിക് കോണ്ടം നമ്പർ M ആണ്. പ്രിൻസിപ്പൽ കോണ്ടം നമ്പർ എന്തിനെക്കുറിച്ച് ഐഡിയ തരുന്നു? ഷെൽ ഓഫ് ഇലക്ട്രോൺ. ഒരു ഇലക്ട്രോൺ ഏത് ഷെല്ലിലാണ്? അസിമുത്തൽ കോണ്ടം നമ്പർ സബ് ഷെല്ലിനെ കുറിച്ച് ധാരണ തരും. മാഗ്നറ്റിക് കോണ്ടം നമ്പർ അയാളുടെ ഓർബിറ്റൽ ഏതാണ് എന്ന് നമുക്ക് പറഞ്ഞുതരും. സ്പിൻ കോണ്ടം നമ്പർ പിന്നെ പേരിലുള്ളതുപോലെ സ്പിന്ന് പറഞ്ഞുതരും. ക്ലോക്ക് വൈസ് ആണോ ആൻറ്റി ക്ലോക്ക് വൈസ് ആണോ? ഇതിനെക്കുറിച്ച് അറിവുള്ളവർ സ്കിപ്പ് ചെയ്തോ, അറിയാത്തവർ ഞാൻ ഈ പറയുന്നത് ഫുള്ളൊന്ന് ശരിക്കും പഠിച്ചോ. എങ്ങനെയാണ് ഷെല്ലിനെ കുറിച്ച് ധാരണ തരിക? എന്നിൻ്റെ വാല്യൂ, ഷെല്ലിൻ്റെ വാല്യൂ, ഷെല്ല് ഏതാണ് ഇതറിയണം. N 1 2 3 4 ആകുമ്പോൾ N1 ആണെങ്കിൽ K ഷെൽ, 2 ആണെങ്കിൽ L ഷെൽ, M ഷെൽ, N ഷെൽ, ഇങ്ങനെ പറയാൻ അറിയണം. സബ് ഷെൽ ഏതൊക്കെയാണ്? എല്ലും സബ് ഷെല്ലും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണ്? L 0 1 2 3 എന്നാണ് നമ്പർ വരിക. എല്ലിൻ്റെ വാല്യൂ സ്റ്റാർട്ട്സ് ഫ്രം 0. L 0 ആണെങ്കിൽ സബ് ഷെൽ S, ഇവിടെ P, ഇവിടെ D, ഇവിടെ F. അത് രണ്ടും പ്രധാനമായും പറഞ്ഞു കൊടുക്കുക. മാഗ്നറ്റിക് കോണ്ടം നമ്പറിൽ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, എമ്മിൻ്റെ വാല്യൂ -L മുതൽ +L വരെയാണ് എന്നത് ഓർക്കുക. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ D സബ് ഷെൽ ആണെന്ന് വിചാരിച്ചു. D സബ് ഷെൽ ആകുമ്പോൾ എല്ലിൻ്റെ വാല്യൂ 2 ആണ് എന്നല്ലടാ ഞാൻ അപ്പോൾ പഠിപ്പിച്ചേ. ഡിയുടെ വാല്യൂ 2, D ആകുമ്പോൾ 2. അപ്പോൾ എല്ലിൻ്റെ വാല്യൂ 2 ആണെങ്കിൽ എമ്മിൻ്റെ വാല്യൂ -2 മുതൽ +2 വരെയുള്ള എല്ലാവരും -2 -1 0 +1 +2 ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. സ്പിന്ന് 2 വിധമുണ്ട്. അതുകൊണ്ട് തന്നെ എസിൻ്റെ വാല്യൂ +½ എന്നോ -½ എന്നോ വരാം. +½ ആണെങ്കിൽ ക്ലോക്ക് വൈസ് ആണ് അയാളുടെ സ്പിന്നെന്നും, -½ ആണെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ആണെന്നും മനസ്സിലാക്കുക. അങ്ങനെ നിർബന്ധമൊന്നും ഇല്ല എന്നാണ് തിയറി. രണ്ടും ഓപ്പോസിറ്റൊക്കെ വരാം. നിങ്ങൾ ഇങ്ങനെ എഴുതിയാൽ മതി. അടുത്തൊന്ന് നോക്കിയേടാ. നേരത്തെ പറഞ്ഞതാണ്, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. +2 സയൻസ് ഓറിയൻറ്റഡ് ട്യൂഷൻ ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ. എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങളെ ടോപ്പിക്സ് ഡിസംബർ ആകുമ്പോഴേക്ക് വൈൻഡപ്പ് ചെയ്യുന്ന ഒരു കിഡിലൻ പ്രോഗ്രാം CM Academy ഉണ്ട്. അടിപൊളിയായിരിക്കും. നിങ്ങൾക്ക് ചെറിയ ഫീസേ വരുന്നുള്ളൂ. 399 രൂപയ്ക്ക് ഇത്രയും കിഡിലൻ ക്ലാസ്സും ഇത്രയും കിഡിലൻ ഷെഡ്യൂളും നിങ്ങൾക്ക് വേറെ ഒരു പ്ലാറ്റ്ഫോമും തരില്ല എന്ന് ഞാൻ ഉറപ്പിച്ച് പറയാം. ഒരിക്കലും നിങ്ങൾക്ക് റിഗ്രറ്റ് ചെയ്യേണ്ടി വരാൻ ചാൻസ് ഇല്ലാത്ത, റിഗ്രറ്റ് ചെയ്യേണ്ടി വരില്ല എന്നുള്ള ഒരു സ്കീമാണ്. അങ്ങനെ ഞങ്ങൾ വിശ്വസിച്ച വിദ്യാർത്ഥികൾക്ക് ഞങ്ങൾ കിഡിലൻ റിസൾട്ട് കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഫുൾ മാർക്ക് വാങ്ങിയ 24 ആളുണ്ട്. അതുപോലെ ഫുൾ A+ വാങ്ങിയ 770 ആളുകളുണ്ട്. അതുകൊണ്ട് ടെൻഷൻ വേണ്ട, നേരെ ജോയിൻ ചെയ്തോളൂ. ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ വാസ് പ്രൊപ്പോസ്ഡ് ബൈ ഡി ബ്രോഗ്ലി. അറിയാം. കാൽക്കുലേറ്റ് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് അസോസിയേറ്റഡ് വിത്ത് ആൻ ഇലക്ട്രോൺ വിത്ത് വെലോസിറ്റി. രണ്ടും തന്നിട്ടുണ്ട്. മോനെ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ഇക്വേഷൻ കാണാനുള്ള ഇക്വേഷൻ എന്താ? λ h/mv. ഇനി വാല്യൂ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഞാൻ ഇവിടുന്ന് തടിയെടുക്കും. കാരണം ബാക്കി കാൽക്കുലേറ്ററിൻ്റെ പരിപാടിയാണ്. H എത്രയാണടാ? മരിച്ചാലും മറക്കരുത്. 6.626 × 10⁻⁻34. നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട വാല്യൂ ആണ് H, പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്. ഡിവൈഡഡ് ബൈ മാസ് അറിയണം. ഇലക്ട്രോണിൻ്റെ മാസ് എത്രയാടാ? മാസ് ഓഫ് ഇലക്ട്രോൺ, ഇതൊക്കെ നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കേണ്ട കാര്യമാണ്. 9.1 × 10⁻31 കിലോഗ്രാമാണ്. ഇനിയിപ്പോൾ ഇവിടെ മാസ് ഓഫ് പ്രോട്ടോൺ ആയിരുന്നെങ്കിൽ 1.6 × 10⁻27 കിലോഗ്രാമാണ്. മാസ് ഓഫ് ന്യൂട്രോൺ ആയിരുന്നെങ്കിലും ഇതേ വാല്യൂ തന്നെയാണ്, 1.6 × 10⁻27. നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ടതൊക്കെ ഞാൻ അവിടെ എഴുതി വെച്ചു. മാസ് ഓഫ് ഇലക്ട്രോൺ 9.1 × 10⁻31 ഇൻറ്റു വെലോസിറ്റി. ഇവിടെ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് തന്നിട്ടുണ്ട്, 1.6 × 10⁻6. പരിപാടി കഴിഞ്ഞു. ഇനി ബാക്കി കാൽക്കുലേറ്ററും നിങ്ങളും തമ്മിലുള്ള ഇടപാടാണ്. നേരെ മൾട്ടിപ്ലൈ ചെയ്യുക, കാണുന്ന വാല്യൂ എത്രയാണെന്നെങ്കിൽ എടുത്തെഴുതുക. സ്റ്റേറ്റ് പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ആൻഡ് ഹൺസ് റൂൾ. 3 ലോ ആണ് നമുക്ക് പറയാനുള്ള. 3 ഇവിടെ തന്നെയാണ് പറയാം. ഒന്നാമത്തത് ഓഫ് ബാ പ്രിൻസിപ്പിൾ. എന്താണ് ഓഫ് ബാ പ്രിൻസിപ്പിൾ? ഇലക്ട്രോൺസിൻ്റെ ഫില്ലിംഗ് നടക്കുന്നത് എനർജിക്ക് അനുസരിച്ചാണ്. 1s 2s 2p പിന്നെ 3s പിന്നെ 3p കഴിഞ്ഞ് പിന്നെ 4s കഴിഞ്ഞിട്ടല്ലേടാ 3d. അങ്ങനെ ഫില്ലിംഗ് കൊടുക്കാനുള്ള കാരണം ഇവരുടെ എനർജിയുടെ ഓർഡർ ഇങ്ങനെ ആയതുകൊണ്ടാണ്. അപ്പോൾ 1s ഏറ്റവും കുറവ് എനർജി, പിന്നെ എനർജി കൂടുതലുള്ള ആളാണ് 2s. സോ ഫില്ലിംഗ് ഓഫ് ഇലക്ട്രോൺസ് ടേക്ക് പ്ലേസ് ഇൻ ദി ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് എനർജി എന്നതാണ് ഓഫ് ബാ പ്രിൻസിപ്പിൾ. എഴുതിയെടുത്തോ, അറിയാത്തവർ എഴുതിയെടുത്തോ. ഫില്ലിംഗ് ഓഫ് ഇലക്ട്രോൺ ടേക്ക് പ്ലേസ് ഇൻ ദി ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദെയർ എനർജി.
അപ്പോൾ എനർജിയുടെ ഓർഡറിലാണ് ഫില്ലിംഗ് നടക്കുക എന്ന നിയമത്തിൻ്റെ പേരാണ് ഓഫ് ബാർ പ്രിൻസിപ്പിൾ. ഇനി അടുത്തത് ഹൺസ് റൂളാണ്. മൂന്നും ഞാനിവിടെ പറയുകയാണേ. ഹൺസ് റൂൾ എന്താണ്? ഹൺസ് റൂൾ മോനെ നിങ്ങൾക്കറിയാം, ഇങ്ങനെ ഫില്ല് ചെയ്താൽ 1 2 3 4 ഇത് ശരിയാണോ തെറ്റാണോ? നിങ്ങൾക്കറിയാം ഇത് തെറ്റാണ്. പിന്നെ എങ്ങനെയാണ് ഇത് ഫില്ല് ചെയ്യേണ്ടത്? 1 2 3 പിന്നെ ഇവിടെ 4. അഥവാ പെയറിങ് നടക്കുന്നതിന് മുമ്പ് ബാക്കി എല്ലാവർക്കും അറ്റ്ലീസ്റ്റ് ഒരു ഇലക്ട്രോണെങ്കിലും കിട്ടണം എന്ന സമത്വവാദമാണ് ആർക്കുള്ളത്? ഹണ്ടിനുള്ളത്. അപ്പോൾ ഹണ്ടിൻ്റെ റൂൾ എന്താ? പഠിച്ചോട്ടാ. പെയറിങ് ഓഫ് ഇലക്ട്രോൺ ടേക്ക് പ്ലേസ് ഓൺലി ഇഫ് ദി അതർ അറ്റോമിക് ഓർബിറ്റൽ ഹാസ് ഗോട്ട് അറ്റ്ലീസ്റ്റ് 1 ഇലക്ട്രോൺ. മോനെ അറിയാത്തവർ നോട്ട് ചെയ്തോളണേ, അറിയണവർ ഇനി മാറ്റാൻ നിൽക്കരുതേ. നിങ്ങൾക്ക് അറിയാവുന്ന അതേ ഡയലോഗ്, അതർ അറ്റോമിക് ഓർബിറ്റൽസ് ഹാവിങ് സെയിം എനർജി ഹാസ്, ചിലർ അങ്ങനെ പഠിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ ഡീജനറേറ്റ് ഓർബിറ്റൽ. നിങ്ങൾ പഠിച്ച ഡയലോഗ് മാറ്റണ്ട. ഇത് ലാസ്റ്റ് ടൈം റിവിഷനാണ്. ലൊട്ടിലൊടുക്ക് എങ്ങനെയെങ്കിലും മാർക്ക് നഷ്ടാവാതിരിക്കാൻ, ഒരു ക്വസ്റ്റ്യൻ്റെയും മാർക്ക് നഷ്ടാവാതിരിക്കാനുള്ള പരിപാടിയാണ്. നല്ലോണം അറിയുന്നവർക്ക് റീകോൾ ചെയ്യാനുള്ളവരാണ്. ഒന്നും അറിയാത്തവർ ഇങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത്. മോനെ പഠിച്ചോ. എന്താണ്? പെയറിംഗ് ഓഫ് ഇലക്ട്രോൺ ടേക്ക് പ്ലേസ് ഓൺലി ഇഫ് അതർ അറ്റോമിക് ഓർബിറ്റൽ ഹാസ് ഗോട്ട് അറ്റ്ലീസ്റ്റ് 1 ഇലക്ട്രോൺ. ആൻഡ് ഫൈനലി പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. ഡയലോഗ് നല്ലോണം ഓർത്ത് വെച്ചോ. ഒരു ആറ്റത്തിൻ്റെ ഉള്ളിൽ 2 ഇലക്ട്രോണുകൾക്ക് സെയിം ക്വാണ്ടം നമ്പറുള്ള 2 ഇലക്ട്രോൺ ഉണ്ടാവില്ല എന്ന നിയമമാണ് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. There is no 2 electrons exist in an atom. ഒരു ആറ്റത്തിനുള്ളിൽ 2 ഇലക്ട്രോൺ എക്സിസ്റ്റ് ചെയ്യില്ല. ഹാവിങ് സെയിം സെറ്റ് ഓഫ് 4 ക്വാണ്ടം നമ്പേഴ്സ്. 4 ക്വാണ്ടം നമ്പറും സെയിം ആയിട്ടുള്ള 2 ഇലക്ട്രോണുകൾ ഒരു ആറ്റത്തിനുള്ളിൽ എക്സിസ്റ്റ് ചെയ്യില്ല എന്ന നിയമത്തിൻ്റെ പേരാണ് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. ഗീവ് മെയിൻ പോസ്റ്റുലേറ്റ്സ് ഓഫ് ബോർസ് മോഡൽ ഓഫ് അറ്റോമിക്. ബോർസ് മോഡൽ, എടാ ബോറിൻ്റെ അറ്റോമിക് മോഡലിൻ്റെ മെയിൻ പോസ്റ്റുലേറ്റ് എന്താ? ഇതാ പഠിച്ചോ. ഒന്നാമത്തെ പോസ്റ്റുലേറ്റ്, ഇലക്ട്രോൺസ് റിവോൾവിംഗ് എറൗണ്ട് ന്യൂക്ലിയസ് ഇൻ സർക്കുലാർ പാത്ത് കോൾഡ് ഓർബിറ്റ് ഹാവിംഗ് ഫിക്സ്ഡ് എനർജി. എടാ മറക്കാൻ പാടില്ല. ഇലക്ട്രോൺസ് റിവോൾവിംഗ് എറൗണ്ട് ന്യൂക്ലിയസ് ഇൻ സർക്കുലാർ പാത്ത് കോൾഡ് ന്യൂക്ലിയസ് ഹാവിംഗ് ഫിക്സ്ഡ് എനർജി. ഈ ഹാവിംഗ് ഫിക്സ്ഡ് എനർജി എന്നുള്ള ഡയലോഗ് പറഞ്ഞില്ല എങ്കിൽ അത് റുദർഫോർഡിൻ്റെ പോസ്റ്റുലേറ്റ് ആയി പോകും. ഓക്കെ, ഇപ്പോൾ പറഞ്ഞത് ബോറിൻ്റെ പോസ്റ്റുലേറ്റ് ആണ്. നിങ്ങൾക്കൊക്കെ അറിയാം ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ ഇങ്ങനെ കറങ്ങുകയാണ്. ആ കറങ്ങണ പാത്തിൻ്റെ പേരാണ് ഓർബിറ്റ് എന്ന് വരെ റുദർഫോർഡ് പറഞ്ഞിട്ടുണ്ട്. ആ ഓർബിറ്റിന് ഫിക്സ്ഡ് എനർജിയാണ് എന്ന് പറഞ്ഞത് ബോറാണ്. രണ്ടാമത്തത്, എനർജി ഓഫ് ഇലക്ട്രോൺ ഈസ് കോൺസ്റ്റൻറ്റ്. ഒരു ഇലക്ട്രോണിൻ്റെ എനർജി ഒരു ഓർബിറ്റിൽ കോൺസ്റ്റൻ്റ് ആണ്. അതിൻ്റെ കൂടെ തന്നെ പറയാണ് എനർജി ചേഞ്ചസ്. ഒരു ഇലക്ട്രോണിൻ്റെ എനർജി ചേഞ്ച് ചെയ്യും. എപ്പോൾ? ഓൺലി ഇഫ് ഇലക്ട്രോൺ ചേഞ്ചസ് ഇറ്റ്സ് ഓർബിറ്റ്. ഓൺലി ഇഫ് ഇലക്ട്രോൺ ചേഞ്ചസ് ഓർബിറ്റ്. ഒരു ഇലക്ട്രോൺ ഒരു ഓർബിറ്റലിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നിടത്തോളം കാലം അയാളുടെ എനർജി കോൺസ്റ്റൻ്റ് ആയിരിക്കും. എന്നാൽ ആ ഇലക്ട്രോൺ വേറൊരു ഓർബിറ്റിലേക്ക് ചേഞ്ച് ആവുകയാണെങ്കിൽ മാത്രമേ അയാളുടെ എനർജി ചേഞ്ച് ആവുകയുള്ളൂ എന്നാണ് രണ്ടാമത്തെ പോസ്റ്റുലേറ്റ്. മൂന്നാമത്തെ പോസ്റ്റുലേറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവർക്കും അറിയാം. ആംഗുലാർ മൊമെൻറ്റം ഓഫ് ഇലക്ട്രോൺ ഈസ് ക്വാണ്ടൈസ്ഡ്. വാക്ക് മറക്കരുതേ, ക്വാണ്ടൈസ്ഡ്. എന്നിട്ട് അതിനൊരു ഇക്വേഷനും ഉണ്ട്. ആംഗുലാർ മൊമെൻറ്റം L ഈസ് ഈക്വൽ ടു NH/2π. മരിച്ചാലും മറക്കരുത്. മരിക്കുന്ന സമയത്ത് ഞാൻ വന്ന് ചോദിക്കും ആംഗുലാർ മൊമെൻറ്റം ഓഫ് ഇലക്ട്രോൺ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ, പറഞ്ഞില്ലെങ്കിൽ കൊന്നുകളയും. ആ 3 നിർബന്ധമായിട്ട് എഴുതി വെക്ക്. മാക്സിമം നമ്പർ ഓഫ് എമിഷൻ ലൈൻസ് വെൻ എക്സൈറ്റഡ് ഇലക്ട്രോൺ ഓഫ് ഹൈഡ്രജൻ ആറ്റം ഇൻ N ഈസ് ഈക്വൽ ടു 6 ഡ്രോപ്സ് ടു ഗ്രൗണ്ട് സ്റ്റേറ്റ്. എടാ മോനെ, N ഈസ് ഈക്വൽ ടു 6ൽ നിന്ന് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് 1 2 3 4 5 6 6ൽ നിന്ന് ഒരു ഇലക്ട്രോൺ 1ലേക്ക് വരികയാണെങ്കിൽ എത്ര എമിഷൻ ലൈൻ പോസിബിളാണ്? മോനെ അതിന് എന്താ ചെയ്യാറിയോ? കുറേ വരക്കാണ്ട്, ഒക്കെ ഫുള്ളാണ് വരക്കുക. എൻട്രൻസിനാണെങ്കിൽ സിമ്പിൾ ഇക്വേഷനൊക്കെ ഉണ്ട്. ഈ 6നും 1നും ഇടയിലുള്ള എല്ലാ വരകളും വരക്കണം. അപ്പോൾ നോക്കിക്കോ, ഇത് 2, ഇത് 3, ഇത് 4, ഇത് 5, ഇത് 6. 2ൽ നിന്ന് 1ലേക്ക് വരാം, 3 വരാം, 4 വരാം, 5 വരാം, 6 വരാം. ഇതൊക്കെ ഇപ്പോൾ 6നും 1നും ഇടയിലുള്ള തന്നെയാണല്ലോ. അപ്പോൾ അവിടെ എത്ര എണ്ണം കിട്ടി? 5 എണ്ണം കിട്ടി. 1 2 3 4 5 ലൈൻ കിട്ടി. ഇനി നോക്കിക്കോട്ടോ, എമിഷനാണ് മുകളിൽ നിന്ന് താഴേക്ക് തന്നെ വരണം, താഴ്ന്ന് മുകൾക്ക് പോകരുത്. ഇനി നോക്കിക്കോ, 3 നിന്ന് 2ക്ക് വരാം, ദാറ്റ്സ് ഓൾസോ എമിഷൻ. 1 നിന്ന് 2ക്ക് വരാൻ പറ്റില്ല, അത് അബ്സോർപ്ഷൻ ആയി പോകും. മുകളിൽ നിന്ന് താഴേക്ക് വരണം. 4 നിന്ന് 2ക്ക് വരാം, 5 നിന്ന് വരാം, 6 നിന്ന് വരാം. സിമ്പിൾ ഇക്വേഷനൊക്കെ ഉണ്ട്, അത് എഴുതണ്ട. എൻട്രൻസിന് ഒക്കെ അത് യൂസ് ചെയ്യാം. ഇപ്പം ഇങ്ങനെ വരക്കുമ്പോഴാണ് കൂടുതൽ മാർക്ക് കിട്ടുക. ഇവിടെ 4 വരെയായി. ഇനി അടുത്ത എന്താ? 4 നിന്ന് 3ക്ക്, 5 നിന്ന് 3ക്ക്, 6 നിന്ന് 3ക്ക്, ഇവിടെ നിന്ന് ഇങ്ങനെ, ഇവിടെ നിന്ന് ഇങ്ങനെ, ഫൈനലി ഇവിടെ ഇങ്ങനെ. അപ്പോൾ ഇവിടെ 3 2 1 ടോട്ടൽ കൂട്ടി നോക്കുക. 5 4 9 3 12 1 14 1 12 15. സോ എത്ര ലൈൻ ഉണ്ടെന്ന് വെച്ചാൽ 15 ലൈൻസ്.
ക്ലിയർ അല്ലേ? കാൽക്കുലേറ്റ് ദി വേവ് നമ്പർ ഓഫ് റേഡിയേഷൻ ഡ്യൂ ടു ട്രാൻസിഷൻ ഓഫ് ഇലക്ട്രോൺ ഫ്രം 4th ഓർബിറ്റ് ടു 2nd ഓർബിറ്റ്. മോനെ റിഡ്ബർഗ് ഇക്വേഷനിൽ നിന്നാണ് ക്വസ്റ്റ്യൻ. മരിച്ചാലും മറക്കാൻ പാടില്ലാത്ത ഇക്വേഷനാണ് റിഡ്ബർഗ് ഇക്വേഷൻ. ന്യൂ ബാർ ഈസ് ഈക്വൽ ടു RH ഇൻറ്റു 1/n ഫൈനൽ സ്ക്വയർ മൈനസ് 1/n ഇനീഷ്യൽ സ്ക്വയർ. ഇതറിയാത്തവരുണ്ടെങ്കിൽ പഠിക്കാനുള്ള മനസ്സ് കാണിക്കുക. ന്യൂ ബാർ എന്ന് പറഞ്ഞാൽ വേവ് നമ്പർ. അതാണ് ഇവിടെ ചോദ്യം ചോദിച്ചേക്കുന്നത്. RH വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. RH ഇൻറ്റു 1/n ഫൈനൽ സ്ക്വയർ. എടാ എവിടെ നിന്ന് എങ്ങട്ടാ? 4ാമത്തെ ഓർബിറ്റിൽ നിന്ന് 2ാമത്തെ ഓർബിറ്റിലേക്കാണ്. അപ്പോൾ 2ാമത്തെ ഓർബിറ്റിലേക്ക് എന്ന് പറയുമ്പോൾ 2 അല്ലേടാ അവിടെ ഫൈനൽ. അതിൻ്റെ സ്ക്വയർ ദാറ്റ് ഈസ് 4 മൈനസ് 1 ഇനീഷ്യൽ സ്ക്വയർ ദാറ്റ് ഈസ് 16. ഇങ്ങനെ വരും. അപ്പോൾ 1/4 മൈനസ് 1/16 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും മോനെ. സോ RH ഇൻറ്റു 16ൽ നിന്ന് 4 പോയാൽ ബാക്കി 12 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 16. ഇങ്ങനെയല്ലേ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക? 16 മൈനസ് 4 4 ഇൻറ്റു 12 4 ഇൻറ്റു 16. 12 4 കട്ടായി പോയാൽ മുകളിൽ 3 എന്ന് വരും. സോ ദി ആൻസർ ഈസ് 3/16 RH. ഇനി RH വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇൻറ്റു 10 96 77. ഇതാണ് ആൻസർ. അതാരാ ചെയ്യുക? അത് കാൽക്കുലേറ്റർ ചെയ്യും. ഇന്നിപ്പോൾ നിന്നോട് വേവ് നമ്പർ ചോദിച്ചു, നാളെ നിന്നോട് വേവ് ലെങ്ത്താണ് ചോദിച്ചതെന്നുണ്ടെങ്കിൽ ഇതുവരെ ചെയ്യുക. എന്നിട്ട് വേവ് ലെങ്ത് ആണെങ്കിൽ ലാംഡ ഈസ് ഈക്വൽ ടു 1/ന്യൂ ബാർ. അഥവാ ഈ കിട്ടിയ വാല്യൂ ഉണ്ടാവുമല്ലോ അതിൻ്റെ റെസിപ്രോക്കൽ എടുത്തെഴുതുക. അപ്പോൾ 1 ഡിവൈഡഡ് ബൈ എന്നിട്ട് ഈ കിട്ടുന്ന വാല്യൂ കാൽക്കുലേറ്ററിൽ അടിച്ച് നോക്കിയാൽ ദാറ്റ് ഈസ് വേവ് ലെങ്ത്ത്. അപ്പോൾ വേവ് നമ്പർ ആണോ വേവ് ലെങ്ത് ആണോ ശരിക്കും ശ്രദ്ധിച്ച് ചെയ്യുക. എടാ റുദർഫോർഡിൻ്റെ അറ്റോമിക് മോഡലിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ വൺ ഷോട്ട് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാനത് പറയുന്നുണ്ട്. കൺക്ലൂഷൻസ് ഓഫ് റുദർഫോർഡിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വരും. അതൊന്നിരിക്കൽ അയാളുടെ ഒബ്സർവേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ കൺക്ലൂഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഡീമെറിറ്റ് ആയിരിക്കും. അപ്പോൾ ആ മൂന്നും ഞാനിവിടെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ എഴുതണമൊന്നുമില്ല, കാരണം അറിയണവർക്ക് കുറേ സമയനഷ്ടമായിരിക്കും അത്. ഒബ്സർവേഷൻസിൽ നിങ്ങൾ 3 പോയിൻ്റാണ് എഴുതേണ്ടത്. ഒബ്സർവേഷൻസിൽ 3 പോയിന്റ്. എന്താണ് 3 പോയിന്റ്? ആ എക്സ്പെരിമെൻറ്റ് ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ് നടത്തിയപ്പോൾ മോസ്റ്റ് ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾ പാസ്ഡ് ത്രൂ ദി ഗോൾഡ് ഫോയിൽ വിത്തൗട്ട് എനി ഡീവിയേഷൻ. ഒന്നാമത്തെ. എടാ ഇത് അറിയാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വൺ ഷോട്ടിൽ നമ്മൾ ആ ഒരു ഭാഗം പറയുന്നത് കൃത്യമായിട്ടൊന്ന് കാണും. അറിയാത്തവർ ദയവ് ചെയ്ത് ഇവിടെ നിൽക്കല്ല കേട്ടോ. വേണം ഇനി അതിന് പഠിക്കാൻ മനസ്സില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ എൻ്റെ വർത്തമാനം കേട്ടുകൊണ്ട് നിൽക്കണ്ട, വേഗം അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയിക്കോ. രണ്ടാമത്തത് സം ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾ ഡീവിയേറ്റഡ് ഇൻ സ്മോൾ ആംഗിൾ, വെരി ഫ്യൂ ഓഫ് ആൽഫ പാർട്ടിക്കിൾ ബൗൺസഡ് ബാക്ക്. ഇതാണ് 3 ഒബ്സർവേഷൻ. അതിൽ നിന്ന് അയാൾ ഉണ്ടാക്കിയ കൺക്ലൂഷൻസ് എന്തൊക്കെയായിരുന്നു? മോസ്റ്റ് ഓഫ് ദി സ്പേസ് ഇൻസൈഡ് ആൻ ആറ്റം ഈസ് എംപ്റ്റി. ഒരു ആറ്റത്തിൻ്റെ ഉള്ളിലുള്ള നല്ലൊരു ശതമാനം സ്പേസും എംപ്റ്റിയാണ്. ദർ ഈസ് എ പോസിറ്റീവ്ലി ചാർജ്ഡ് കോൺസെൻട്രേറ്റഡ് മാസ് അറ്റ് ദി സെൻറ്റർ ഓഫ് ആറ്റം. ആറ്റത്തിൻ്റെ സെൻറ്ററിൽ അങ്ങനെ ഒരു മാസ് ഉണ്ട്. ആ മാസിനെ വിളിക്കുന്ന പേരെന്തായിരുന്നു? ന്യൂക്ലിയസ്. മൂന്നാമത്തത് സൈസ് ഓഫ് ന്യൂക്ലിയസ് ഈസ് വെരി സ്മോൾ. നാലാമത്തത് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു തന്നു, ഇലക്ട്രോൺസ് റിവോൾവ് അറൗണ്ട് ന്യൂക്ലിയസ് ഇൻ സർക്കുലർ പാത്ത് കോൾഡ് ഓർബിറ്റ്. അയാളുടെ ഡീമെറിറ്റ് ഒരു 2 പഠിക്കാനുണ്ട്. ഡീമെറിറ്റ്സ് 2 എന്നല്ല 4 പറയാം. ഹി കുഡിൻ എക്സ്പ്ലെയിൻ 1 2 3 4 കാര്യങ്ങൾ. ഒന്ന് എനർജി ഓഫ് ഇലക്ട്രോൺ. ഇലക്ട്രോണിൻ്റെ എനർജിയെക്കുറിച്ച് പറയാൻ പറ്റിയില്ല. ഡിഫറെൻറ്റ് എനർജി ലെവൽസ് ഇൻ ആറ്റം. ഒരു ആറ്റത്തിൻ്റെ ഉള്ളിലുള്ള ഡിഫറെൻറ്റ് എനർജി ലെവലുകളെക്കുറിച്ച് പറയാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. 3 ഇലക്ട്രോണിൻ്റെ എനർജി സ്റ്റെബിലിറ്റി ഓഫ് ആറ്റം. 4 ഹൈഡ്രജൻ സ്പെക്ട്രം. ഇതൊന്നും പറയാൻ അദ്ദേഹത്തിന് പറ്റിയില്ല എന്നത് അദ്ദേഹത്തിൻ്റെ ഡീമെറിറ്റ് ആണ്. നേരത്തെ ബോറിനെ കുറിച്ച് പറഞ്ഞില്ലേടാ, ഇവിടെ ബോറിൻ്റെ ഡീമെറിറ്റ് ചോദിക്കാറുണ്ട്. ബോറിൻ്റെ ഡീമെറിറ്റും ചോദിക്കാറുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1 2 3 പഠിച്ചു നോക്കണേ. ബോറിൻ്റെ ഡീമെറിറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് ഈസ് ഓൺലി ആപ്ലിക്കബിൾ ഫോർ ആറ്റംസ് കണ്ടെയ്നിങ്, അല്ലെങ്കിൽ ഓൺലി ആപ്ലിക്കബിൾ ഫോർ ഹൈഡ്രജൻ ആൻഡ് ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസ്. ഹൈഡ്രജനോ ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസുകൾക്ക് മാത്രമോ ആര് പറ്റുള്ളൂ? ബോറിൻ്റെ അറ്റോമിക് തിയറി പറ്റുള്ളൂ. അഥവാ ഒരു ഇലക്ട്രോണുള്ള ആൾക്കാർക്ക് മാത്രം. ഇയാൾക്ക് പറയാൻ പറ്റാത്ത 2 കാര്യങ്ങളാണ്. ഒന്ന് സ്റ്റാർക്ക് എഫക്റ്റും മറ്റൊന്ന് സീമൻ എഫക്റ്റും. പഠിച്ചു വെച്ചു. സ്റ്റാർക്ക് എഫക്റ്റ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനും സീമൻ എഫക്റ്റ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനും അദ്ദേഹത്തിന് പറ്റിയില്ല. സ്പ്ലിറ്റിംഗ് ഓഫ് സ്പെക്ട്രൽ ലൈൻസ് ഇൻ ഇലക്ട്രിക് ഫീൽഡാണ് സ്റ്റാർക്ക് എഫക്റ്റ്. ഓർത്ത് വെക്കണേ. സ്പ്ലിറ്റിംഗ് ഓഫ് സ്പെക്ട്രൽ ലൈൻസ് ഇൻ മാഗ്നറ്റിക് ഫീൽഡാണ് സീമൻ എഫക്റ്റ്. ചിലപ്പോൾ അത് മാത്രം ഒരു 1 വേർഡിന് ചോദിച്ചേക്കും, 1 മാർക്കിന് ചോദിച്ചേക്കും. പഠിച്ചേക്കണം. ത്രെഷോൾഡ് ഫ്രീക്വൻസി µ0 തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് കൈനറ്റിക് എനർജി. എടാ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ആണ് ക്വസ്റ്റ്യൻ. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൻ്റെ 2 പ്രധാനപ്പെട്ട ഇക്വേഷൻസ് നിങ്ങൾ അറിയണം. ഒന്ന് എനർജി ഈസ് ഈക്വൽ ടു W0 + KE. 2 കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു H ഇൻറ്റു ന്യൂ മൈനസ് µ0. ആക്ച്വലി ഇതിൽ നിന്ന് ഡിറൈവ് ചെയ്തുണ്ടാക്കിയത് തന്നെയാണ് ഇത്. അറിയാത്തവർ ഇങ്ങനെ പഠിച്ചു വെക്ക്. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു H ഇൻറ്റു ന്യൂ മൈനസ് µ0.
സോ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു എച്ച് എത്രയാടാ 6.626 ഇൻറ്റു 10⁻³ ആണ്. ന്യൂ എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നിട്ടുണ്ട്, പച്ചക്ക് തന്നിട്ടുണ്ട് 8.7 ഇൻറ്റു 10⁻⁴ മൈനസ് ന്യൂ 0 ഇവിടെ തന്നിട്ടുണ്ട് 6.2 ഇൻറ്റു 10⁻⁴. കഴിഞ്ഞു. ഇനി എനിക്ക് ഇടപാടില്ല, ഇത് കാൽക്കുലേറ്ററിൽ ചെയ്യുക. 6.626 ഇൻറ്റു 10⁻³ ഇൻറ്റു 8.2ൽ നിന്ന് 8.7 ആണല്ലേ, 8.7ൽ നിന്ന് 6.2 പോയാൽ ബാക്കി എത്ര ഇടാണ്ടാവുക? 2.5 അല്ലേ ബാക്കി ഉണ്ടാവുക? 2.5 ബാക്കി ഉണ്ടാകും ഇൻറ്റു 10⁻⁴ എന്ന് മാത്രം ബാക്കിയാവും. ഇവിടുത്തെയും പവർ 10⁻⁴ കോമൺ ആയിട്ട് പുറത്തെടുത്തു. 6.7ൽ നിന്ന് 8.7ൽ നിന്ന് 6.2 മൈനസ് ചെയ്തു. മോനെ അതിൽ സബ് ക്വസ്റ്റ്യൻ ഉണ്ടോ? ഇല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. ആരാ? വിച്ച് ഓഫ് ദി ഫോളോയിങ് സെറ്റ് ഓഫ് കോണ്ടർ നമ്പേഴ്സ് ആർ നോട്ട് അലൗഡ്? ഏതാണ് അലോ ചെയ്യാത്തത്? ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. എങ്ങനെയാടാ? ഈ എല്ലിൻ്റെ വാല്യൂ സൂക്ഷിച്ച് നോക്കിയാൽ മതി. എല്ലിൻ്റെ വാല്യൂ എപ്പോഴും എന്നിനേക്കാൾ കുറവായിരിക്കണം, ഈക്വൽ ആവാൻ പാടില്ല. അപ്പം ഇവിടെ തെറ്റ് പറ്റാൻ ചാൻസ് ഉള്ള ഏതാണ് തെറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 3 കാര്യം ഞാൻ പഠിപ്പിച്ചുതരാം. ഒന്ന്, എന്നിൻ്റെ വാല്യൂ ഒരിക്കലും 0 ആവില്ല, അത് ഓർത്ത് വെക്കുക. അപ്പോൾ എവിടെയെങ്കിലും എന്നിൻ്റെ വാല്യൂ 0 എന്ന് കാണുകയാണെങ്കിൽ വിച്ച് ഓഫ് ദി ഫോളോയിങ് സെറ്റ് നോട്ട് അലൗഡ് എന്നല്ല ചോദ്യം. ഓക്കെ, അപ്പോൾ ഇതിൽ ഒന്ന് മാത്രമല്ല കേട്ടോ വരുന്നുണ്ട്. എന്നിൻ്റെ വാല്യൂ 0 വരുന്നുണ്ടെങ്കിൽ അതും തെറ്റാണ്. അതായത് എന്നിൻ്റെ വാല്യൂ 0 ഇവിടെ വരുന്നുണ്ട്, അതും തെറ്റാണ്. അപ്പോൾ ഏതെല്ലാം അലോ ചെയ്യാത്തതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് ഒന്ന് മാത്രമല്ല പിന്നെയും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒന്നാമത് നോട്ട് ചെയ്യേണ്ട കാര്യം. എന്നിൻ്റെ വാല്യൂ ഒരിക്കലും 0 ആവില്ല. 2, എല്ലിൻ്റെ വാല്യൂ ഓൾവേസ് ലെസ് ദാൻ എൻ ആയിരിക്കും. എന്നിനേക്കാൾ എപ്പോഴും കുറവായിരിക്കും, ഈക്വൽ ആവില്ല, അതിനേക്കാൾ കൂടുതലും ആവില്ല. 3, എമ്മിൻ്റെ വാല്യൂ ഞാൻ നേരത്തെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു, -L മുതൽ +L വരെ ആയിരിക്കും എമ്മിൻ്റെ വാല്യൂ. അപ്പോൾ ഇവിടെ നോക്കിയാൽ മതി, L 3 ആണെങ്കിൽ M -3 മുതൽ +3 വരെയുള്ള എല്ലാ വാല്യൂസും ഇവിടെ പറ്റും. അപ്പോൾ M കൊണ്ട് ഇവിടെ കുഴപ്പമില്ല. L 1 ആണ്. സോ -1 മുതൽ +1 വരെ ഉള്ളതിനിടയിൽ 0 വരുന്നുണ്ടല്ലോ, ഓക്കെയാണ്. L 0 ആണെങ്കിൽ M 0 മാത്രമേ വരുള്ളൂ. കാര്യം L 0 ആണെങ്കിൽ മൈനസും +1 പറയാനില്ല. ഈ 3 പോയിന്റ് മനസ്സിലുണ്ടെങ്കിൽ തെറ്റ് ഏതാണെന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ഹെയ്സൻബർഗ്സ് അൺസർണിറ്റി പ്രിൻസിപ്പിൾ. അറിയാത്തവർ നോട്ട് ചെയ്തോ, അറിയുന്നവർ എൻ്റെ കൂടെ റീകോൾ ചെയ്തോ. 2 കാര്യങ്ങളാണ് അവിടെ നോട്ട് ചെയ്യേണ്ടത്, പൊസിഷൻ ആൻഡ് മൊമെൻറ്റം. പൊസിഷൻ ആൻഡ് മൊമെൻറ്റം, ആ 2 കാര്യങ്ങൾ ഒരുമിച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന നിയമത്തിൻ്റെ പേരാണ് ഹെയ്സൻബർഗ് അൺസർണിറ്റി പ്രിൻസിപ്പിൾ. പൊസിഷൻ ആൻഡ് മൊമെൻറ്റം ഓഫ് മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസ് ലൈക്ക് ഇലക്ട്രോൺസ് കനോട്ട് ബി കാൽക്കുലേറ്റഡ് സൈമിൾട്ടേനിയസ്ലി. അറിയാത്തവർ എഴുതി വെച്ചു. എങ്ങനെയാടാ? പൊസിഷൻ ആൻഡ് മൊമെൻറ്റം ഓഫ് മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസ് ലൈക്ക് ഇലക്ട്രോൺസ് കനോട്ട് ബി കാൽക്കുലേറ്റഡ് സൈമിൾട്ടേനിയസ്ലി. ഇനി അതിൻ്റെ ഇക്വേഷൻ വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ പറയുന്നത്. കാൽക്കുലേറ്റ് ദി അൺസർണിറ്റി ഇൻ വെലോസിറ്റി ഓഫ് ക്രിക്കറ്റ് ബോൾ ഓഫ് മാസ് 130 gram ഇഫ് ദി അൺസർണിറ്റി ഇൻ പൊസിഷൻ ഇവിടെ തന്നിട്ടുണ്ട്. എടാ, ഈ ഹെയ്സൻബർഗ്സ് അൺസർണിറ്റി പ്രിൻസിപ്പിളിൻ്റെ ഇക്വേഷൻ ഇങ്ങനെയാണ്, Δx × Δp ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h/4π. ഇതാണ് ഒരു ഇക്വേഷൻ. Δx × Δv ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h/4πm. ഇതാണ് രണ്ടാമത്തെ ഇക്വേഷൻ. ഏതാ യൂസ് ചെയ്യേണ്ടതെന്ന് ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാണ് പറയണേ? അൺസർണിറ്റി ഇൻ വെലോസിറ്റി ആണ് ചോദ്യം. ഇവിടെ അതിൻ്റെ മാസ് തന്നിട്ടുണ്ട്, അൺസർണിറ്റി ഇൻ പൊസിഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ വെലോസിറ്റി ഉള്ള ഇക്വേഷൻ ഏതാ? ഇതല്ലേടാ, Δx × Δv. ഇവിടെയാണെങ്കിൽ മൊമെൻറ്റമാണ്. അപ്പോൾ മൊമെൻറ്റം എന്നായിരുന്നെങ്കിൽ ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം, വെലോസിറ്റി ആണെങ്കിൽ ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. പിന്നെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു നോക്കണ്ട, നേരെ ഈക്വൽ ടു കൊടുത്താൽ മതി. സോ Δx എന്ന് പറഞ്ഞാൽ എന്താ? Δx അൺസർണിറ്റി ഇൻ പൊസിഷൻ, Δv അൺസർണിറ്റി ഇൻ മൊമെൻറ്റം. നോക്കിക്കേടാ, Δx ഇവിടെ പറഞ്ഞിട്ടുണ്ട് 1.2 ആംസ്ട്രങ് ആണ്. അപ്പോൾ അത് ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 1.2 ആംസ്ട്രങ്ങിനെ 10⁻⁻10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, എന്നാലേ SI യൂണിറ്റ് മീറ്ററിലേക്ക് മാറുള്ളൂ. 1 ആംസ്ട്രങ് എന്ന് പറഞ്ഞാൽ 10⁻10 മീറ്ററാണ്. ഇൻറ്റു Δv, അതാണ് നമുക്ക് കാണേണ്ടത്, ഈക്വൽ ടു h 6.626 ഇൻറ്റു 10⁻34 ഡിവൈഡഡ് ബൈ 4π 3.14 m. മാസ് ഇവിടെ തന്നിട്ടുണ്ട് 130 ആണ്, പക്ഷേ ഗ്രാമാണ്, കിലോഗ്രാമിലേക്ക് മാറ്റണം, SI സിസ്റ്റത്തിലേക്ക് മാറ്റണം. സോ 130 ഇൻറ്റു 10⁻³ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇനിയിപ്പോൾ എന്താടാ പ്രശ്നം? ഈ കാണുന്ന 1.2 ഇൻറ്റു 10⁻10 നേരെ പുറത്തേക്ക് പോകും, ഡിനോമിനേറ്ററിലേക്ക് പോകും. ബാക്കി നിങ്ങളായി, കാൽക്കുലേറ്ററായി, നിങ്ങളെ പാടായി. ഇക്വേഷനും സബ്സ്റ്റിറ്റ്യൂഷനും വരെ ഞാൻ ചെയ്തു തരും. റെപ്രസെൻറ്റ് ദി ഓർബിറ്റൽ വിത്ത് ദി ഫോളോയിങ് കോണർ നമ്പേഴ്സ്. എടാ, എന്നിൻ്റെ വാല്യൂ 4 വന്നാൽ 4 എന്ന് എഴുതുക, എല്ലിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ S എന്ന് എഴുതുക. ഞാൻ നേരത്തെ നിങ്ങൾക്ക് കോണർ നമ്പേഴ്സിൽ ടേബിൾ പഠിപ്പിച്ചു തന്നതാണ്. ഇനി എന്നിൻ്റെ വാല്യൂ 3യും എല്ലിൻ്റെ വാല്യൂ 1ഉം വന്ന് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുക? n = 3, സോ 3, L = 1, സോ P 3P.
n ഈസ് ഈക്വൽ ടു 5, l ഈസ് ഈക്വൽ ടു 3, l ഈസ് ഈക്വൽ ടു 2 എന്ന് വന്നു. അപ്പോൾ ആരടാ 5 എന്ന് പറഞ്ഞാൽ 5, l 2 വന്നാൽ d, 5d. ഇങ്ങനെയാണ് അറ്റോമിക് ഓർബിറ്റലുകളെ റെപ്രസെൻ്റ് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കടാ. കാൽക്കുലേറ്റ് റേഡിയസ് ഓഫ് സെക്കൻഡ് ഓർബിറ്റ് ഓഫ് ലിഥിയം 2+. എടാ ബോറിൻ്റെ അറ്റോമിക് തിയറി പ്രകാരം റേഡിയസ് കാണാനുള്ള ഇക്വേഷൻ ഇതാണ്, 52.9 n²/z പൈക്കോമീറ്റർ. പഠിക്കണം. ഓക്കെ, 52.9 n²/z പൈക്കോമീറ്റർ. എടാ അപ്പോൾ ഇക്വേഷനിലേക്ക് കൊടുക്കുകയാണ് 52.9 ഇൻറ്റു n എന്ന് പറഞ്ഞാൽ എത്രാമത്തെ ഓർബിറ്റാണ്? എത്രാമത്തെ ഓർബിറ്റാണെന്ന് ഇവിടെ പറയുന്നുണ്ട്, സെക്കൻഡ് ഓർബിറ്റാണ്. സോ 2ൻ്റെ സ്ക്വയർ എത്ര? 4 ഡിവൈഡഡ് ബൈ z എത്രയാടാ? അറ്റോമിക് നമ്പർ. ലിഥിയം ആകുമ്പോൾ അറ്റോമിക് നമ്പർ 3 എന്നല്ലേ വരിക? ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം. കഴിഞ്ഞല്ലോ. ഇത് നിങ്ങൾ കാൽക്കുലേറ്ററിലല്ലേ ചെയ്യുക. 52.9 × 4 ഡിവൈഡ് ബൈ 3 x എന്ന് കിട്ടും. എന്തോ ഒരു വാല്യൂ കിട്ടും, അത് പൈക്കോമീറ്ററിലായിരിക്കും. പക്ഷേ നിങ്ങൾ സാധാരണ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഇവിടെ നിർത്തിയാൽ മതി. എക്സ്പ്രസ് ആൻസർ ഇൻ നാനോമീറ്റർ എന്ന് അവരെടുത്ത് പറയുന്നുണ്ട്. എന്തിലേക്ക് മാറ്റണം? നാനോമീറ്ററിലേക്ക് മാറ്റണം. എടാ പൈക്കോമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻⁻12 മീറ്ററാണ്. നാനോമീറ്റർ എന്ന് പറഞ്ഞാലോ 10⁻⁻9 മീറ്ററാണ്. അപ്പോൾ നമുക്ക് നാനോമീറ്ററിലേക്ക് മാറ്റാൻ ഇവർക്കിടയിൽ എത്ര ഡിഫറൻസ് ഉണ്ട് എന്ന് നോക്കിയാൽ മതി. 3 ഡിഫറൻസ് അല്ലേ ഉള്ളത്. സോ ഈ കിട്ടുന്ന വാല്യൂവിനെ ഒരു 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നാനോമീറ്ററായി മാറും. 2 ഡിഫറൻസ് ആണെങ്കിൽ 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 5 ഡിഫറൻസ് ആണെങ്കിൽ 1,00,000 കൊണ്ട് 10⁻5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 3 ഡിഫറൻസ് ആയതുകൊണ്ട് 10⁻3 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എടാ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ആദ്യം കണ്ടെത്തിയത് ഹെഡ്സാണ്. ഇവിടെ ഒരു ഡയലോഗ് പറയുകയാണേ, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇജക്റ്റഡ് ഇൻ ദി ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഡാഷ്. 4 കാര്യം ഞാൻ പറഞ്ഞുതരാം. ആ 4 കാര്യത്തിന് ഇമ്പോർട്ടൻറ്റ് ഒബ്സർവേഷൻസ് ഡ്യൂറിങ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്നുള്ള പോയിന്റിൽ ചോദിക്കാറുണ്ട്. ഇന്നിപ്പോൾ ഇത് ചോദിച്ചു, നാളെ വേറെ ചോദിച്ചാൽ എന്ത് ചെയ്യും? എന്ത് ചോദിച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ നിൽക്കും. ഇമ്പോർട്ടൻറ്റ് ഒബ്സർവേഷൻസ് ഡ്യൂ ടു ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ഒന്ന് ശ്രദ്ധിച്ചോ, ദർ ഈസ് നോ ടൈം ലാഗ് ബിറ്റ്വീൻ ഹിറ്റിംഗ് ഓഫ് ലൈറ്റ് ആൻഡ് എമിഷൻ ഓഫ് ഇലക്ട്രോൺ. നിങ്ങൾക്കറിയാം ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്താണ്? ഒരു ആറ്റത്തിലേക്ക്, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം പോലെയുള്ള ആറ്റങ്ങളിലേക്ക് ലൈറ്റ് വന്നിടിക്കുമ്പോൾ ഇലക്ട്രോൺ പുറത്തേക്ക് പോകുന്ന പരിപാടിയാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. അപ്പോൾ ആ ലൈറ്റ് വന്ന് ഇടിക്കുന്നതിനും ഇലക്ട്രോൺ പുറത്തേക്ക് പോകുന്നതിനും ഇടയിൽ ടൈം ലാഗ് ഇല്ല എന്നതാണ് ഒന്നാമത്തെ പോയിന്റ്. ദർ ഇസ് നോ ടൈം ലാഗ് ബിറ്റ്വീൻ ഹിറ്റിംഗ് ഓഫ് ലൈറ്റ് ആൻഡ് എമിഷൻ ഓഫ് ഇലക്ട്രോൺ. രണ്ടാമത്തത്, ദർ ഈസ് എ മിനിമം എമൗണ്ട് ഓഫ് എനർജി ഈസ് റിക്വയർഡ്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വർക്ക് ഫംഗ്ഷൻ. വരുന്ന ലൈറ്റിനെല്ലാം ഇലക്ട്രോൺ പുറത്തേക്ക് പോയി കൊടുക്കില്ല. വരുന്ന ലൈറ്റിൻ്റെ കയ്യിൽ ഒരു മിനിമം എമൗണ്ട് ഓഫ് എനർജി ഉണ്ടാവണം. അത്രയോ അതിനേക്കാൾ കൂടുതലുള്ള ലൈറ്റുകൾ മാത്രമേ ഇലക്ട്രോൺ പുറത്തേക്ക് കൊണ്ടുവരുള്ളൂ. അപ്പോൾ ഒരു മിനിമം എമൗണ്ട് ഓഫ് എനർജി വിച്ച് ഈസ് കോൾഡ് ആസ് വർക്ക് ഫംഗ്ഷൻ ഈസ് റിക്വയർഡ്. 3ഉം 4ഉം ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. വരുന്ന ലൈറ്റിൻ്റെ ഫ്രീക്വൻസി ആദ്യം ഇത് പറയാം, ഇൻറ്റൻസിറ്റി. വരുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി, ലൈറ്റിൻ്റെ 2 പ്രോപ്പർട്ടിയാണ് ഇൻറ്റൻസിറ്റിയും ഫ്രീക്വൻസിയും. ഇൻറ്റൻസി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ ഈ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കൂടിക്കഴിഞ്ഞാൽ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണം കൂടും. ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കൂടിയ എണ്ണം കൂടും. പക്ഷേ ലൈറ്റിൻ്റെ ഫ്രീക്വൻസിയാണ് കൂടുന്നതെങ്കിൽ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണം കൂടില്ല, മറിച്ച് അവരുടെ കൈനറ്റിക് എനർജി കൂടും. കൈനറ്റിക് എനർജി, അവർ പുറത്തേക്ക് വരുന്ന സ്പീഡ് കൂടും. അപ്പോൾ എങ്ങനെയാ പറയാം? ഇൻറ്റൻസിറ്റി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺ ആണ്, പക്ഷേ ഫ്രീക്വൻസി ഓഫ് ലൈറ്റ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺ ആണ്. ഈ 4 മനസ്സിലുണ്ടെങ്കിൽ ആൻസർ ചെയ്യാം. ഇനി ഒന്ന് വായിച്ചേ, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇജക്റ്റഡ്, പുറത്തേക്ക് വരുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണം എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഇൻറ്റൻസിറ്റി. സോ ദി ആൻസർ ഈസ് ഇൻറ്റൻസിറ്റി. എടാ കോപ്പറിൻ്റെയും ക്രോമിയത്തിൻ്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിങ്ങൾക്ക് അറിയുന്നതാണ്. കോപ്പർ എങ്ങനെ എഴുതുക? ആർഗൺ എന്ന് എഴുതുക. അപ്പോൾ 18 ഇലക്ട്രോണായി. 4s1 3d10 എന്നാ വരിക. ക്രോമിയം എക്സെപ്ഷണൽ കോൺഫിഗറേഷൻ അല്ലേടാ, ആർഗൺ 4s1 3d5 എന്നാണ് വരിക. എക്സെപ്ഷണലി അവർക്ക് ഇങ്ങനെയാണ്. എന്തുകൊണ്ടാണ്? 3d10 ഫുൾഫിൽഡ് ആണ്, 3d5 ഹാഫ് ഫിൽഡ് ആണ്. അതുകൊണ്ടാണ് അവർക്ക് എക്സ്ട്രാ സ്റ്റെബിലിറ്റി ഉണ്ടായത്. എന്താണ് അവരുടെ എക്സ്ട്രാ സ്റ്റെബിലിറ്റിയുടെ കാരണം എന്നൊക്കെയാണ് ചോദിച്ചേക്കുന്നത്. കനാൽ റേസ് ആർ ഡിസ്കവേർഡ് ബൈ ഡിസ്ചാർജ് ട്യൂബ്സ്. ഗിവ് എനി 2 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കനാൽ റേ. എടാ 2 റേകളിൽ ഏതെങ്കിലും ഒന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും. ഒന്നിരിക്കൽ കാഥോഡ് റേ അല്ലെങ്കിൽ കനാൽ റേ. ഈ കനാൽ റേ എന്നതിനെ ആനോഡ് റേ എന്ന് പേര് വിളിക്കും, അല്ലെങ്കിൽ പോസിറ്റീവ് റേ എന്നും പേര് വിളിക്കും. ഇവരുടെ ഏതെങ്കിലും 2 ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ എഴുതാനാണ് പറയുന്നത്. ഈ 2 മറക്കാതെ പഠിച്ചോ. E/M റേഷ്യോ
കാഥോഡ് റേക്ക് കോൺസ്റ്റൻ്റ് ആണ്, ഇവിടെ നോട്ട് കോൺസ്റ്റൻ്റ് ആണ്. നോട്ട് കോൺസ്റ്റൻ്റ്. കാഥോഡ് റേക്ക് നെഗറ്റീവ് ചാർജാണ്, കനാൽ റേക്ക് പോസിറ്റീവ് ചാർജാണ്. കാഥോഡ് റേയുടെ പ്രോപ്പർട്ടി ഇത് മസ്റ്റാണ്. പ്രോപ്പർട്ടി ഇൻഡിപെൻഡൻറ്റ് ഓൺ നേച്ചർ ഓഫ് ഗ്യാസ് ആണ്. നേച്ചർ ഓഫ് ഗ്യാസ് അറിയാത്തവർ നോട്ട് ചെയ്തോട്ടോ. ഇൻ ട്യൂബ് നമ്മൾ ഈ എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യുന്ന ഒരു ട്യൂബ് ഉണ്ട്. ആ ട്യൂബിൻ്റെ ഉള്ളിലുള്ള ഗ്യാസ് ഏതാണെങ്കിലും കാഥോഡ് റേയുടെ പ്രോപ്പർട്ടി മാറൂല. കനാൽ റേ ആകുമ്പോൾ ഇൻഡിപെൻഡൻ്റ് എന്നുള്ള വാക്ക് മാറ്റിയിട്ട് ഡിപ്പെൻഡൻ്റ് എന്നാക്കുക. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്താൽ 2 എണ്ണം ചോദിച്ചാലും 3 എണ്ണം കൊടുക്ക്. ഞാൻ 1 ഷോട്ടിൽ 5 or 6 ഡിഫറൻസ് പറഞ്ഞു തന്നിട്ടുണ്ട്. അതെല്ലാം എഴുതാൻ പറ്റുകയാണെങ്കിൽ ഒന്നുകൂടെ അടിപൊളിയാവും. അടുത്ത നോക്കിയേ, നമ്പർ ഓഫ് ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ ഇവിടെ തന്നിട്ടുണ്ട്. ഇവിടെ എടുത്തെഴുതാം. നമ്പർ ഓഫ് ഇലക്ട്രോൺ 18, നമ്പർ ഓഫ് പ്രോട്ടോൺ 16, നമ്പർ ഓഫ് ന്യൂട്രോൺ 16. അങ്ങനെയാണെങ്കിൽ ആ സ്പീഷീസിനെ റെപ്രസെൻ്റ് ചെയ്യണം. എടാ ഇതിൽ നിന്ന് നിങ്ങൾ അറ്റോമിക് നമ്പർ എത്ര, മാസ് നമ്പർ എത്ര എന്ന് കണ്ടെത്തണം. എങ്ങനെയാടാ അറ്റോമിക് നമ്പർ കാണുക? ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് പ്രോട്ടോൺ. പ്രോട്ടോണിൻ്റെ എണ്ണം ഇവിടെ തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 16. എങ്ങനെയാടാ മാസ് നമ്പർ കാണുക? നമ്പർ ഓഫ് പ്രോട്ടോൺ പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺ. 16 16 32. ഇവിടുന്ന് എലമെൻറ്റ് കിട്ടി. അപ്പോൾ പീരിയോഡിക് ടേബിളിൽ 16ാമത്തെ എലമെൻ്റ് ആരാണ് എന്നുള്ളത് കണ്ടെത്തുക. 20 വരെ നിങ്ങൾക്കറിയാലോ. 16ാമത്തെ എലമെൻറ്റ് എണ്ണി നോക്കുമ്പോൾ സൾഫർ എന്നാണ് വരിക. എന്നിട്ട് താഴെയാണ് അറ്റോമിക് നമ്പർ റെപ്രസെൻ്റ് ചെയ്യുക, മുകളിൽ മാസ് നമ്പറും റെപ്രസെൻ്റ് ചെയ്യുക. എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ അവസാനം ഇലക്ട്രോണിൻ്റെ എണ്ണവും പ്രോട്ടോണിൻ്റെ എണ്ണവും ഈക്വൽ ആണോ എന്ന് നോക്കുക. ഈക്വൽ ആണെങ്കിൽ നമ്മളെ പണി കഴിഞ്ഞു. ഈക്വൽ അല്ലെങ്കിൽ അയാൾക്ക് ചാർജ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഇലക്ട്രോണിൻ്റെ എണ്ണം 18ഉം പ്രോട്ടോണിൻ്റെ എണ്ണം 16ഉം ഈക്വൽ അല്ല, വിച്ച് മീൻസ് അയാൾക്ക് ചാർജ് ഉണ്ട്. ഇലക്ട്രോണാണ് കൂടുതൽ, അപ്പോൾ അയാൾക്ക് നെഗറ്റീവ് ചാർജ് ആയിരിക്കും. ഇനി പ്രോട്ടോണാണ് കൂടുതൽ എന്നുണ്ടെങ്കിലോ പോസിറ്റീവ് ചാർജ് ആയിരിക്കും. അപ്പോൾ ഇലക്ട്രോൺ കൂടുതലാകുമ്പോൾ എത്ര എണ്ണം കൂടുതലാണ്? 2 എണ്ണം കൂടുതലാണ്. സോ 2 നെഗറ്റീവ് ചാർജും ഉണ്ടാവും. ഈ പറഞ്ഞതിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ ഏതാണ് ശരി? സബ്സ്റ്റാൻഷ്യൽ നിങ്ങളതിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. ഇത് ശരിയാണോ, ഇത് തെറ്റാണ്? എടാ അൺപെയ്ഡ് ഇലക്ട്രോണുകൾ വരുമ്പോൾ എല്ലാവർക്കും ഒരേ ഡയറക്ഷനിലായിരിക്കണം സ്പിൻ ഉണ്ടാവേണ്ടത്. ഇയാൾ മുകൾക്കാണെങ്കിൽ ഇയാളൊക്കെ മുകൾക്ക് തന്നെ ആവണം. ഒന്ന് മുകൾക്ക് ഒന്ന് താഴത്തേക്ക്, അത് പറ്റില്ല. ഇവിടെ പെയറിങ് നടക്കുന്നതിന് മുമ്പ് ഇവിടെ അൺപെയ്ഡ് ഇലക്ട്രോൺ ഫില്ലിംഗ് ചെയ്യണമായിരുന്നു, അതിവിടെ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിൽ ഏറ്റവും ശരിയായ ഉത്തരം 3 ആണ്. ഇതെന്തുകൊണ്ട് തെറ്റി എന്നുള്ളത് കൃത്യമായിട്ട് അവിടെ പറഞ്ഞു കൊടുത്താൽ മതി. എന്തായിരിക്കണം? സ്പിൻ ഓഫ് ഓൾ അൺപെയ്ഡ് ഇലക്ട്രോൺ ഷുഡ് ബി സെയിം. എന്നത് ഏതാ റൂൾ എന്നറിയോ? അതും ഹൺസ് റൂൾ തന്നെയാണ്. ഹൺസ് റൂൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ല, എടാ പെയറിങ് നടക്കുന്നതിന് മുമ്പ് എല്ലാവർക്കും ഓരോന്ന് കിട്ടണം. അതാണ് മെയിൻ ഹൺസ് റൂൾ. ഹൺസ് റൂളിൻ്റെ ചെറിയൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് സ്പിൻ ഓഫ് ഓൾ അൺപെയ്ഡ് ഇലക്ട്രോൺ ഷുഡ് ബി സെയിം എന്ന് പറയുന്നത്. സോ ഇതും ഹൺസ് റൂളാണ്, ഇതും ഹൺസ് റൂളിന് എഗെയിൻസ്റ്റ് ആണ്. അപ്പോൾ ഈ രണ്ടും ഹൺസ് റൂളിന് എഗെയിൻസ്റ്റ് ആയതുകൊണ്ട് ഇത് രണ്ടും തെറ്റാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഇതാ ക്വാണ്ടം നമ്പേഴ്സ്. ഏതാണ് ഡിസ്റ്റൻസ് ഓഫ് ഇലക്ട്രോൺ? ഇലക്ട്രോണിൽ ന്യൂക്ലിയസിൽ നിന്ന് ഇലക്ട്രോണിലേക്കുള്ള അകലം, ന്യൂക്ലിയസിൽ നിന്ന് ഇലക്ട്രോണിലേക്കുള്ള അകലത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ഏത് ക്വാണ്ടം നമ്പറാണ്? ഏതാടാ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ? കാരണം ന്യൂക്ലിയസിൽ നിന്ന് ഇലക്ട്രോണിലേക്കുള്ള അകലം എന്ന് പറയുന്നത് ഷെല്ലിനെ ഡിപ്പെൻഡ് ചെയ്യും. 1ാമത്തെ ഷെല്ലിലാണെങ്കിൽ അടുത്ത, 2ാമത്തിലാണെങ്കിൽ കുറച്ച് ദൂരെയാണ്, 10ാമത്തിലാണെങ്കിൽ ഒരുപാട് ദൂരെയാണ്. അപ്പോൾ ഷെല്ല് മാറുമ്പോഴാണ് ഈ ഡിസ്റ്റൻസ് മാറുക. ഷെല്ലിനെ കുറിച്ച് ധാരണ തരുന്നത് ആരാ? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം. ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം കാണാനുള്ള ഇക്വേഷൻ ഇതാണ്. റൂട്ട് ഓഫ് L × L+1 h/2π. ഇക്വേഷൻ പഠിച്ചു വെച്ചോ. റൂട്ട് ഓഫ് L × L+1 h/2π. ദിസ് ഈസ് ദി ഇക്വേഷൻ ടു കാൽക്കുലേറ്റ് ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഏതാ? L എന്ന് പറഞ്ഞാൽ ആരാ? അസിമുത്തൽ ക്വാണ്ടം നമ്പർ. നെക്സ്റ്റ്, കാഥോഡ് റേയുടെ 2 പ്രോപ്പർട്ടി പറയാൻ നമ്മൾ പഠിച്ചു. ഡ്രോ ദി ഷേപ്പ് ഓഫ് എസ് ആൻഡ് പി ഓർബിറ്റൽസ്. എടാ നിന്നോട് പരീക്ഷയ്ക്ക് 1s വരയ്ക്കാൻ പറഞ്ഞാൽ നീ ഒരു എക്സ് ആക്സിസും വൈ ആക്സിസും വരച്ചിട്ട് ഇങ്ങനെ ഷെയ്ഡ് ചെയ്യണേ 1s. 2s വരയ്ക്കാൻ പറഞ്ഞാൽ എടാ ഇതിലേതെങ്കിലും ചോദിക്കൂട്ടോ, ഏറ്റവും സിമ്പിൾ വഴിയാണ് പറയണേ. 2s വരയ്ക്കാൻ പറഞ്ഞാൽ ഇങ്ങനെ ഷെയ്ഡ് ചെയ്യുക, എന്നിട്ട് പിന്നെയും ഒരു സ്ക്വയർ വരച്ചിട്ട് ഒരു സർക്കിൾ വരച്ചിട്ട് പിന്നെയും ഷെയ്ഡ് ചെയ്യുക. അതിൻ്റെ ഇടയിലൊരു ഗ്യാപ്പ് കൊടുക്കണേ. ഇതാ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ഈ ഗ്യാപ്പിനെ നോഡ് എന്ന് റെപ്രസെൻ്റ് ചെയ്യുകയും ചെയ്യുക. കഴിഞ്ഞു. എക്സും വൈ ഒക്കെ കാണിക്കണേ. ഇതാ എക്സ് ആക്സിസ് വൈ ആക്സിസ്. ഇങ്ങനെയാണ് എസിൻ്റെ ഷേപ്പ് വരയ്ക്കാൻ പറഞ്ഞാൽ. 1s ആണെങ്കിൽ ഇങ്ങനെ, 2s ആണെങ്കിൽ ഇങ്ങനെ. ഇനി പി ഓർബിറ്റിൽ 3 പി ഓർബിറ്റിൽ ഏതൊക്കെയാണെന്ന് നോക്കണേ. 3 പി ഓർബിറ്റിൽ ഏതൊക്കെയാണ്? പി എക്സ്, പി വൈ, പി സെഡ്. സിമ്പിളാ. എങ്ങനെ പി എക്സ് വരയ്ക്കാൻ അറിയോ? ഒരു എക്സ് ആക്സിസ് വരയ്ക്കുക, എന്നിട്ട് അതിൽ ഇതാ ഇങ്ങനെ ഒരു ഡംബൽ വരച്ചാൽ മതി. ദിസ് ഇസ് പി എക്സ്. പി വൈ എങ്ങനെ വരയ്ക്കുക? ഇത് എക്സ് ആക്സിസ് ആണ്, എക്സ് ആക്സിസ്. ഒരു വൈ ആക്സിസ് വരയ്ക്കുക, അപ്പോൾ പി വൈ ആകും. വൈ ആക്സിസ് എങ്ങനെ വരയ്ക്കുക? ഇങ്ങനെ വരയ്ക്കുക.
എന്നിട്ട് അതിലൊരു ഡംബൽ വരച്ച് കഴിഞ്ഞാൽ അത് പി വൈ ആയി. ഇത് വൈ ആക്സിസ് ആണ്. ഇനി സെഡ് ആക്സിസ് ഇങ്ങനെയല്ലേ വരയ്ക്കുക? ഇൻ ടു ദി പ്ലെയിൻ ഔട്ട് ഓഫ് ദി പ്ലെയിൻ എന്നാണ് ശരിക്കും സെഡ് ആക്സിസ് ഉണ്ടാവുക. പക്ഷെ വരയ്ക്കാൻ കഴിയാത്തതുകൊണ്ട് ഇങ്ങനെ വരയ്ക്കും. എന്നിട്ട് അതിലൊരു ഡംബൽ വരച്ചാൽ ദാറ്റ് ഈസ് സെഡ് ആക്സിസ്. അപ്പോൾ അത് പി സെഡ് ആയി. ഓക്കെ. ഇനി നിങ്ങളോട് ചിലപ്പോൾ 3 മാർക്കിന് ഡി ഓർബിറ്റൽ ചോദിച്ചേക്കും. ഡി ഓർബിറ്റലും കൂടി ഒന്ന് പഠിച്ചു വെച്ചേക്കും. 5 ഡി ഓർബിറ്റൽ ഉണ്ട്. ഡി എക്സ് വൈ, ഡി വൈ സെഡ്, ഡി എക്സ് സെഡ്. ഇത് പഠിക്കൽ ഫറലാണ് മോനെ, പഠിച്ചു വെച്ചോ. ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആൻഡ് ഡി സെഡ് സ്ക്വയർ. ഈ പേരൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേ. ഇവരുടെ ഒക്കെ ആക്സിസ് ഏതാണെന്നുള്ളത് നോക്ക്. പേരിലുണ്ടാവും ആക്സിസ്. എക്സും വൈയും വരയ്ക്കുക. ഇതാ അങ്ങനെയാണ് വരച്ചിട്ട് അതിലേതെങ്കിലും ഒന്നിന് എക്സ് എന്നും മറ്റേതിന് വൈ എന്നും കൊടുക്കുക. ഏതാവണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല, എങ്ങനെയും വരയ്ക്കാം. ഇവിടെ ഇതേപോലെ വരയ്ക്കുക. ഏതെങ്കിലും ഒന്നിന് വൈ എന്നും മറ്റേതിന് സെഡ് എന്നും കൊടുക്കുക. ഇതേപോലെ വരയ്ക്കുക. ഏതെങ്കിലും ഒന്നിന് എക്സ് എന്നും മറ്റേതിന് സെഡ് എന്നും കൊടുക്കുക. ഇതേപോലെ വരയ്ക്കുക. ഏതെങ്കിലും ഒന്നിന് എക്സ് എന്ന് കൊടുക്കുക, മറ്റേതിന് വൈ എന്ന് കൊടുക്കുക. ഇവിടെ ആകെ ഒരു ഓർബിറ്റിൽ ഒരു ഇത് വരച്ചാൽ മതി. സോ ദാറ്റ് ഈസ് സെഡ്. ഒരു ആക്സിസ് വരച്ചാൽ മതി. ചിത്രം എങ്ങനെയാണ് വരയ്ക്കുക അറിയോ? ഡി ഓർബിറ്റലിൻ്റെ ചിത്രം ഡബിൾ ഡംബലാണ്. അപ്പോൾ ഡി എക്സ് വൈ, ഡി വൈ സെഡ്, ഡി എക്സ് സെഡ് മൂന്നും ഒരേപോലെയാണ്. ഡബിൾ ഡംബൽ ദ ഇൻ ബിറ്റ്വീൻ ദീസ് ആക്സിസ് വരയ്ക്കണം. ആക്സിസിൻ്റെ ഇൻ ബിറ്റ്വീൻ വരയ്ക്കണം. ഇടയിൽ കൂടെ വരയ്ക്കണം. ദാ ഇവിടെ ഇടയിൽ കൂടെ ഇങ്ങനെ വരയ്ക്കുക. ഇവിടെ ഇടയിൽ കൂടെ ഡബിൾ ഡംബൽ വരച്ചാൽ ഡി ഓർബിറ്റലായി. ഇനി ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയറും ഡി സെഡ് സ്ക്വയറിൻ്റെയും പ്രത്യേകത ഇൻ ബിറ്റ്വീൻ ദി ആക്സിസ് അല്ല, എലോങ് ദി ആക്സിസ് ആണ്. അപ്പോൾ ഇടയിൽ കൂടെ അല്ല, നേരെ വരയ്ക്കേണ്ടത്. ഈ ആക്സിസിൻ്റെ നേരെ വരയ്ക്കുക. അപ്പോൾ ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആയി. ഡി സെഡ് സ്ക്വയറിൻ്റെ എക്സെപ്ഷണലി വേറൊരു ഷേപ്പാണ്. ഒരു ഡംബൽ വരയ്ക്കുക, ഒരു സ്ഫിയറും വരയ്ക്കുക, കഴിഞ്ഞു. ഇതാണ് ഡി സെഡ് സ്ക്വയർ. അപ്പോൾ 5 ഡി ഓർബിറ്റൽസിൻ്റെ ചിത്രം വരയ്ക്കാൻ ചോദിച്ചാൽ നിങ്ങളുടെ ഭാഗ്യം, അടിപൊളിയായിട്ട് എഴുതിക്കൊള്ളണം. നെക്സ്റ്റ് ഒന്ന് നോക്കിയടാ. മെൻഷൻ ടു ഒബ്സർവേഷൻസ് വിച്ച് കുഡ് നോട്ട് ബി എക്സ്പ്ലെയിൻഡ് ബൈ വേവ് നേച്ചർ. വെരി 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 ഇമ്പോർട്ടൻറ്റ്. വേവ് നേച്ചർ കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത 2 പ്രോപ്പർട്ടി പറ എന്ന് പ്രീവിയസ് ഇയറിൽ പലവട്ടം ചോദിച്ചിട്ടുണ്ട് മോനെ. 1, 2 നിർബന്ധമാണ്. 1 ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. എന്താ ഏതാന്ന് ഓർക്കണ്ട, പഠിച്ചു വെക്ക്. 2 ബ്ലാക്ക് ബോഡി റേഡിയേഷൻ. സെയിം ക്വസ്റ്റ്യനാണ് ചോദിക്കുക. ബ്ലാക്ക് ബോഡി റേഡിയേഷൻ ചോദിക്കുകയാണെങ്കിൽ സെയിം ചോദിക്കും. ഓക്കെ. നെയിം ടു ഒബ്സർവേഷൻ വിച്ച് കുഡ് നോട്ട് ബി എക്സ്പ്ലെയിൻഡ് ബൈ വേവ് നേച്ചർ. ഓക്കെ. സ്കെച്ച് ദി ഷേപ്പ് ഓഫ് 2s ഓർബിറ്റൽ. ഞാൻ വരച്ചു നേരത്തെ. സ്റ്റേറ്റ് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. സോഡിയം ആറ്റത്തിൻ്റെ എല്ലാ ക്വാണ്ടം നമ്പറും പറയാൻ. അത് ചെയ്ത് നോക്കാം. സോഡിയം Na അറ്റോമിക് നമ്പർ 11, 1s2, 2s2, 2p6, 3s1 എന്നല്ലടാ വരിക. അതിലേറ്റവും ലാസ്റ്റ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ ഈ 3sലെ ഒരു ഇലക്ട്രോൺ. അതിനെ 4 ക്വാണ്ടം നമ്പർ പറയാൻ. എടാ 3s എന്ന് കാണുമ്പോൾ തന്നെ n3 എന്ന് കിട്ടൂലേ? n3 ആണല്ലോ. L എത്ര? s ആയതുകൊണ്ട് 0. L 0 ആണെങ്കിൽ m എത്ര? 0. എമ്മിൻ്റെ വാല്യൂ എത്ര എങ്ങനെ വരിക? -L2 + L. സോ ഇത് 0 ആയതുകൊണ്ട് ഇവിടെ 0. എസ്സിന് പിന്നെ നിനക്ക് തോന്നിയത് ഇട്ട് കൊടുക്കാം. +½ എങ്കിൽ +½ -½ എങ്കിൽ -½ ത്രെഷോൾഡ് ഫ്രീക്വൻസി വന്നിട്ടുണ്ട്. കൈനറ്റിക് എനർജിയാണ് ചോദ്യം. എടാ ഇതേ ക്വസ്റ്റ്യൻ നേരത്തെ നമ്മൾ ചെയ്തു. h × ന്യൂ മൈനസ് ന്യൂ 0. അവിടെ ന്യൂയുടെ വാല്യൂ ഇതും ന്യൂ 0യുടെ വാല്യൂ ഇതും ആക്കിയിട്ട് മാറ്റി കൊടുക്കുക. വേറെ ഒന്നും ചെയ്യാനില്ല. നേരത്തെ ചെയ്തതായതുകൊണ്ടാണ് പെട്ടെന്ന് പറഞ്ഞു പോയത്. 4 സ്പെക്ട്രൽ ലൈൻസ് ഓഫ് ഹൈഡ്രജൻ ആറ്റം. 5 എണ്ണം തരാം. 1 ഏതാ? ലൈമാൻ. 2 ഏതാ? ബാമർ. 3 ഏതാ? പാഷൻ. 4 ഏതാ? ബ്രാക്കറ്റ്. 5 ഏതാ? ഫണ്ട്. ഓർഡറിൽ തന്നെ പഠിക്കണേ. ലൈൻ സ്പെക്ട്രം അല്ലെങ്കിൽ എമിഷൻ സ്പെക്ട്രം എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ആൾക്കാരാണ് എഴുതേണ്ടത്. ലൈമാൻ, ബാമർ, പാഷൻ, ബ്രാക്കറ്റ്, ഫണ്ട്. ഇതിൽ വിസിബിൾ റീജിയണിൽ വരുന്നത് ഏത് എന്ന് ചോദിച്ചാൽ ബാമർ വിസിബിൾ റീജിയണിൽ വരുന്ന ആളാണ്. ലൈമാൻ അൾട്രാ വയലറ്റിൽ വരുന്ന ആളാണ്. ബാക്കി 3 ആളും ഇൻഫ്രാറെഡിൽ വരുന്ന ആളാണ്. നോട്ട് ചെയ്ത് വെച്ചോളണേ, പരീക്ഷയ്ക്ക് ചിലപ്പോൾ വരും. കഴിഞ്ഞു. അടുത്ത ക്ലാസിഫിക്കേഷൻ ഓഫ് എലിമെൻസും ബാക്കി ചാപ്റ്ററൊക്കെ വരുന്നുണ്ട്. താങ്ക് യു.